നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വണ്ടാഴിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വീട് കയറി ആക്രമണം നടത്തിയ CPM പ്രവർത്തകരെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യണം. വീഴ്ച വരുത്തിയാൽ മംഗലം ഡാം പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുമെന്ന് മുന്നറിയിപ്പ്. പുതുശ്ശേരിയിൽ കുട്ടികളുടെ കരോൾ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് DYFI. അക്രമികൾ BJP RSS പ്രവർത്തകരെന്ന് നേതാക്കൾ. അക്രമത്തിനെതിരെ പ്രതിഷേധ കരോൾ. ലക്ഷപ്രഭുവായി സ്വർണം. പവന് വില 1 ലക്ഷം പിന്നിട്ടു. ഗ്രാമിന് ഇന്നത്തെ വില 12,700 രൂപ. സ്വർണ്ണവില പവന് 1 ലക്ഷം പിന്നിടുന്നത് ഇതാദ്യം. വാർത്തകൾ വിശദമായി. വണ്ടാഴിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വീട് കയറി അക്രമം നടത്തിയ CPM പ്രവർത്തകരെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. അക്രമികൾക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ മംഗലം ഡാം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്ന് A. തങ്കപ്പൻ മുന്നറിയിപ്പ് നൽകി. വണ്ടാഴി പഞ്ചായത്ത് 11-ാം വാർഡിൽ മത്സരിച്ച സജിനി ബിബിൻ്റെ വീട്ടിലാണ് CPM അഴിഞ്ഞാടിയത്. സജിനിയുടെ മാതാവ് പങ്കജത്തെയും 11 വയസ്സായ കുഞ്ഞിനെയും അക്രമികൾ വെറുതെ വിട്ടില്ല. കുഞ്ഞിൻ്റെ കണ്ണിന് താഴെ പരിക്കേൽക്കുകയും ചെയ്തതായി A. തങ്കപ്പൻ പറഞ്ഞു. വിപിനെ അന്വേഷിച്ചെത്തിയ 4-അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. വണ്ടാഴി സ്വദേശികളായ സുബിൻ, രോഹിത്, റിയാസ്, രഞ്ജിത്ത് എന്നിവരാണ് പങ്കജത്തെയും കുഞ്ഞിനെയും ആക്രമിച്ചതെന്ന് A. തങ്കപ്പൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച് VK ശ്രീകണ്ഠൻ MP ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ടും പോലീസ് തികഞ്ഞ അലംഭാവം കാണിക്കുകയാണ്. സ്ഥലം MLAയും പാർട്ടി ജില്ലാ സെക്രട്ടറിയും ഇവരെ അറസ്റ്റ് ചെയ്യരുതെന്ന് നിർദ്ദേശിച്ചതുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തതെന്ന് തങ്കപ്പൻ ആരോപിച്ചു. മുകളിൽ നിന്ന് സമ്മർദ്ദം ശക്തമാണെന്ന് പോലീസ് സമ്മതിക്കുന്നുണ്ട്. CPM അനുഭാവിയായ ആലത്തൂർ DYSPയാണ് പ്രതികൾക്ക് സഹായം നൽകുന്നത്. മംഗലം ഡാം പോലീസിനെ സമീപിക്കുമ്പോൾ പ്രതികൾ ഒളിവിലാണെന്നാണ് അവർ നൽകുന്ന വിശദീകരണം. അതേസമയം ഇവർക്ക് മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ പോലീസ് സംരക്ഷണം ഒരുക്കുകയാണ്. ഒളിവിലാണെന്ന് പറയുന്ന പ്രതികൾ വിപിന് നേരെ വധഭീഷണിയും മുഴക്കുന്നുണ്ട്. ജാമ്യത്തിലിറങ്ങിയാൽ തട്ടിക്കളയുമെന്നുവരെ വീഡിയോ കോൾ വഴി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. വീട് ആക്രമിച്ച പ്രതികൾ 3 ബൈക്കുകളിലായി എത്തി ബൂത്തിൽ വന്ന് ഇനി ഇവിടെ കണ്ടുപോകരുതെന്ന് ഭീഷണിപ്പെടുത്തിയതായി സജിനിയും വാർത്താസമ്മേളനത്തിൽ വെളിപ്പെടുത്തി. പോലീസ് അനാസ്ഥ തുടർന്നാൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ ശക്തമായ സമരപരിപാടികളിലേക്ക് കോൺഗ്രസ് നീങ്ങുമെന്ന് A. തങ്കപ്പൻ മുന്നറിയിപ്പ് നൽകി. ആ പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന രീതിയിലാണ് നോക്കുമ്പോൾ DYSP ചിത്രം എന്താണെന്ന് അടുത്ത കാലത്ത് പ്ലാൻ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരു DYSP ആണെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇത്രയോളം നീചമായിട്ടുള്ള ഒരു 11 വയസ്സ് മാത്രം പ്രായമുള്ള സ്ത്രീയെ വർദ്ധിച്ചു. ആ ഒരു സ്ത്രീയായിട്ടുള്ള സ്ഥാനാർത്ഥി വർദ്ധിച്ചു. അവരുടെ അമ്മയെ ഇതൊക്കെ ചെയ്തിട്ടു ഇവിടെ സാധാരണക്കാർക്ക് നീതി കിട്ടാത്ത രീതിയിലാണ് സ്ഥാനാർത്ഥി ഒന്നും ചെയ്യാതെ നടക്കുന്ന പോലീസ്. അതിനെതിരെ നിരന്തരമായി ഞങ്ങൾ എല്ലാ ഓഫീസർമാരെ കാണുകയും വിളിപ്പിച്ചു. ഇപ്പൊ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻകൂർ ജാമ്യത്തിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതാണ് പോലീസാണ്. ഇന്നും മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തു ഹൈക്കോടതി അത് 31 മാറ്റി. ആ പോലീസ് എന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്യാതെ അവർക്ക് എന്തെല്ലാം സൗകര്യം ഉണ്ടാക്കിക്കൊണ്ടോ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിനെതിരെ ഞങ്ങൾ ഇനി മിണ്ടാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത്രത്തേരം കഴിഞ്ഞു. ഇന്ന് തന്നെ ഞാൻ ഇവരെ കാണാൻ വേണ്ടി ഫാമിലി മുഴുവൻ SP കാണാൻ 4 മണിക്ക് അപ്പോയിൻമെന്റ് പോകും. അവിടെ നിന്ന് എന്ത് തന്നെ തീരുമാനം പോസിറ്റീവ് ആണെങ്കിലോ നമ്മളെ ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി മംഗലം ഡാം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് വയ്ക്കുന്നു. കാരണം ഇവരുടെ വേണ്ടി കളിക്കുന്നതല്ല. UDF സ്ഥാനാർത്ഥിയായി ആരോപണം സ്ഥാനാർത്ഥിയെക്കാൾ ഒരു വീട്ടിൽ കയറി ആക്രമിക്കുക അതിനേക്കാൾ ഇപ്പോ ഒരു ഒടുവിലാവും. പോലീസുകാരും ഒടുവിലാവും. പക്ഷേ അവരുടെ ഭർത്താവായിട്ടുള്ള അവര് വിളിക്കുകയാണ് എവിടെ വീഡിയോ കാണും തന്നെ കൊല്ലും തല്ലും എന്ന് പറഞ്ഞ് നിരന്തരമായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രതീഷ് മാധവൻ, സജിനിയുടെ ഭർത്താവ് ബിബിൻ, അമ്മ പങ്കജം എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുട്ടികളുടെ കരോൾ സംഘത്തിന് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് പുതുശ്ശേരിയിൽ DYFI പ്രതിഷേധ കരോൾ നടത്തി. കുട്ടികളുടെ കരോൾ സംഘത്തെ ആക്രമിച്ചത് RSS BJP പ്രവർത്തകരാണെന്ന് DYFI ആരോപിച്ചു. ഞായറാഴ്ചയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ പുതുശ്ശേരി കുരുടിക്കാട് ഭാഗത്ത് കരോൾ സംഘടിപ്പിച്ചത്.
കരോൾ നടത്തിയ കുട്ടികളിൽ ചിലരെ RSS BJP പ്രവർത്തകർ മർദ്ദിക്കുകയും ബാൻഡ് തകർക്കുകയും ചെയ്തെന്നാണ് ആരോപണം. കുട്ടികൾ കസബ പോലീസിൽ നൽകിയ പരാതിയിൽ RSS പ്രവർത്തകനായ അശ്വിൻ രാജിനെ അറസ്റ്റ് ചെയ്തിരുന്നു. കുട്ടികളുടെ കരോൾ സംഘത്തെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചാണ് DYFI പ്രതിഷേധ കരോൾ സംഘടിപ്പിച്ചത്. CPM പുതുശ്ശേരി ഏരിയ സെക്രട്ടറി നിതിൻ കണിച്ചേരി ഉദ്ഘാടനം ചെയ്തു. DYFI ജില്ലാ പ്രസിഡന്റ് R ജയദേവൻ, MA ജിതിൻ രാജ്, V ബിജോയ്, SB രാജു, S സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വളയർ ആൾക്കൂട്ട കൊലപാതകം. കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശിയായ അതിഥി തൊഴിലാളി റാം നാരായൺ ബഗേലിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. തൃശൂർ മെഡിക്കൽ കോളേജിൽ എംബാം ചെയ്ത ശേഷമാണ് മൃതദേഹം കൈമാറിയത്. മൃതദേഹം വിമാനമാർഗം നാട്ടിലെത്തിക്കും. സ്കൂൾ ജീവനക്കാരൻ പോക്സോ കേസിൽ പിടിയിൽ. ചെറുതുരുത്തിയിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ സ്കൂൾ ഓഫീസ് ജീവനക്കാരൻ ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായി. മലപ്പുറം കൊളത്തൂർ സ്വദേശി 45 വയസ്സുള്ള സുലൈമാനാണ് ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായത്. വിദ്യാർത്ഥിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. ചെറുതുരുത്തി SI AR നിഖിൽ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോൻ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്. സ്വർണ്ണവില പവന് 1 ലക്ഷം പിന്നിട്ടു. ചരിത്രത്തിൽ ആദ്യമായാണ് വില 1 ലക്ഷം പിന്നിട്ടത്. ചൊവ്വാഴ്ച 12,700 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. പവന് വില 1,01,600 രൂപയായി. സ്വർണ്ണവില സർവകാല റെക്കോർഡുകൾ തകർത്തിരിക്കുകയാണ്. ചൊവ്വാഴ്ച രാവിലെ ഒരു പവന് 1,01,600 രൂപയായി വില കുതിച്ചുയർന്നു. ഇതാദ്യമായാണ് സ്വർണ്ണവിപണി പവന് 1 ലക്ഷത്തിന് മുകളിൽ എത്തുന്നത്. 1 ഗ്രാമിനിപ്പോൾ 12,700 രൂപയാണ് വില. ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങളും US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകളുമാണ് സ്വർണ്ണവിലയെ ഉയർത്തുന്നത്. വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ടാണ് സ്വർണ്ണവില കുത്തനെ കൂടിയത്. കേരളത്തിൻ്റെ വിപണി ചരിത്രത്തിൽ സ്വർണ്ണവില 1 ലക്ഷം കടക്കുന്നത് കേവലം ഒരു വിലവർദ്ധനവ് മാത്രമല്ല, സാമ്പത്തിക ചരിത്രത്തിലെ വലിയൊരു അടയാളപ്പെടുത്തൽ കൂടിയാണ്. അടുത്ത ദിവസങ്ങളിൽ സ്വർണ്ണവില 1,00,000 രൂപയ്ക്കടുത്ത് തുടരുകയായിരുന്നു. തിങ്കളാഴ്ച പവന് 1,440 രൂപ ഉയർന്ന് 99,840 രൂപയിലെത്തി. ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. നിലവിലെ വിലക്കുതിപ്പിൽ 1 പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 1.13 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നൽകണം. ന്യൂസ് ഡെസ്ക് STV. മഹാത്മാജിയുടെ രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് കുടുംബമിത്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ഗാന്ധി പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിക്കും. ഓൺലൈനായാണ് മത്സരമെന്ന് ട്രസ്റ്റ് ചെയർമാൻ KA ചന്ദ്രൻ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഗാന്ധിജിയെ അടുത്തറിയേണ്ടതും ഗാന്ധി ദർശനങ്ങൾ പ്രചരിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്. ഈ തിരിച്ചറിവിലാണ് ഗാന്ധി പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് KA ചന്ദ്രൻ പറഞ്ഞു. അഖില കേരള അടിസ്ഥാനത്തിൽ 4, 5, 6, 7 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി 3 വിഭാഗങ്ങളിലായാണ് മത്സരം. കൂടുതൽ ശരിയുത്തരം നൽകുന്ന 3 വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസും പ്രോത്സാഹന സമ്മാനമായി ഗാന്ധി സാഹിത്യ ഗ്രന്ഥങ്ങളും നൽകും. ഓൺലൈനായാണ് മത്സരമെന്നും KA ചന്ദ്രൻ അറിയിച്ചു. ക്രിസ്തുമസ് അവധിക്കാലമാണ്. ഈ ഗാന്ധിയൻ ചിന്തയിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ വായിക്കാനും പഠിക്കാനും അവസരം കൊടുത്തുകൊണ്ടാണ് ഈ മത്സരങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഗാന്ധിയൻ ചിന്ത ഈ കാലഘട്ടത്തിൽ വളരെ വളരെ അത്യാവശ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു, ഞങ്ങൾ വിചാരിക്കുന്നു. ഗാന്ധിജിയെ അറിയേണ്ടത് ഇന്ത്യൻ ജനതയുടെ ഒരു അത്യാവശ്യമാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ആ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്, അതിൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കും. ട്രസ്റ്റ് സെക്രട്ടറി A സത്യൻ, കമ്മിറ്റി അംഗം R രാധാകൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊറോണ കാലം കഴിഞ്ഞിട്ടും മനുഷ്യർക്കിടയിലെ അകൽച്ചയ്ക്ക് കുറവ് വരാത്തത് നിരാശാജനകമാണെന്ന് പ്രശസ്ത സൂഫി ഗായിക അനിത ഷെയ്ഖ്. നൃത്തരൂപങ്ങളുടെ അടിസ്ഥാനങ്ങൾ ഗുരുമുഖത്ത് നിന്ന് പഠിക്കുന്നതാണ് അഭികാമ്യമെന്ന് നർത്തകി അശ്വതി. പാലക്കാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദി ആർട്ടിസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. സ്റ്റുഡിയോ ആലാപനങ്ങളെക്കാൾ അനുഭൂതി ലഭിക്കുക ആസ്വാദകർക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോഴാണെന്ന് അനിത ഷെയ്ഖ് പറഞ്ഞു. വർഷങ്ങൾക്ക് സംഗീതത്തോടൊപ്പം വിവർത്തനം കൂടി കേരളത്തിൽ ആവശ്യമായിരുന്നെങ്കിൽ ഇന്ന് സൂഫി സംഗീതത്തിന് കേരളത്തിൽ ആസ്വാദകർ വർദ്ധിച്ചു. ലൗകിക ജീവിതത്തിൻ്റെ പ്രണയാക്ഷരങ്ങളാണ് സൂഫി സംഗീതം. സംഗീതശാഖയിൽ ശ്രേഷ്ഠമാണ് ഇത്.
വേറിട്ട് സഞ്ചരിക്കുന്നതിൻ്റെ ഭാഗമായാണ് സൂഫി സംഗീതം തെരഞ്ഞെടുത്തതെന്നും കലയും സംഗീതവുമുള്ള രാജ്യമാണ് മാതൃകാപരമെന്നും അനിത ഷെയ്ഖ് പറഞ്ഞു. ഒരു കലാകാരി എന്ന നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തി നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. കാര്യം സിനിമ ഗാനങ്ങൾ നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ അത് വേറൊരു വൈബാണ്. ഇത് ശരിക്കും സംഗീതത്തെ സ്നേഹിക്കുന്ന, കലയെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, അതിന് വില കൽപ്പിക്കുന്ന ഒരു കൂട്ടം നല്ല ശ്രോതാക്കളുടെ മുന്നിലായിരിക്കും നമ്മൾ പരിപാടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വളരെയധികം ഗിഫ്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ പരിപാടി കഴിയുമ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റെസ്പോൺസ്, അതാണ് എന്നെപ്പോലുള്ള ഒരു കലാകാരി മുന്നോട്ട് നയിക്കുന്നത്. കാര്യം നമ്മൾ സിനിമ പാട്ടുകൾ ഒരുപാട് പാടുന്നു, സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നു, അതിൻ്റെ റെമ്യൂണറേഷൻ കിട്ടുന്നു, വരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള കോൺസേർട്സുകൾ ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു കലാകാരി എന്ന നിലയിൽ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അഭിനന്ദനം, അവരുടെ കണ്ണുകളിൽ നിന്നും അവരുടെ മനസ്സിൽ നിന്നും നേരിട്ട് കിട്ടുന്ന ആ ഒരു അഭിനന്ദനം, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത്. 15ഓളം ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന അനിത ഷെയ്ഖ് സംഗീത സംവിധാന രംഗത്തും മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. കോവിഡിന് ശേഷം സോഷ്യൽ മീഡിയയിലേക്ക് ചേക്കേറിയ യുവത്വം കലയ്ക്കും സംഗീതത്തിനും പരിഗണന നൽകുന്നില്ലെന്ന് പ്രശസ്ത നർത്തകി അശ്വതി ശ്രീകാന്ത് മീറ്റ് ദ ആർട്ടിസ്റ്റിൽ പറഞ്ഞു. കോവിഡ് കാലത്തോടെ പ്രശസ്തർ പോലും ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചു. ഓൺലൈനിന് സ്വീകാര്യത വന്നതോടെ നൃത്തരൂപങ്ങളുടെ അടിസ്ഥാനങ്ങൾക്ക് മൂല്യച്യുതിയുണ്ടായി. അടിസ്ഥാനം ഗുരുമുഖത്ത് നിന്ന് പഠിക്കേണ്ടതുണ്ട്. കാലത്തിനനുസരിച്ച് കലയിലും മാറ്റമുണ്ടാവുമെന്നും അശ്വതി പറഞ്ഞു. കച്ചേരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ട് 3 മണിക്കൂറൊക്കെ ആയിരുന്നു. എൻ്റെ അമ്മയൊക്കെ അവതരിപ്പിച്ചിരുന്ന 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ ആയിരുന്നു. ഇപ്പം അത് ചുരുങ്ങി 1.5 മണിക്കൂർ 1 മണിക്കൂറിലേക്കൊക്കെ എത്തിയിരിക്കുന്നു. ഇനി അത് ചുരുങ്ങോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ചെറുപ്പം കുട്ടികൾ കല അഭ്യസിക്കുമ്പോൾ ഒന്ന് അവരുടെ അച്ഛനും അമ്മമാരും കണ്ടെത്തുന്നത് കുട്ടികൾക്ക് ശരിക്കും ഇതിൽ വാസനയുണ്ടെങ്കിൽ അവരെ നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് അതിൻ്റെ അന്തസത്ത നഷ്ടപ്പെടാതെ പഠിപ്പിക്കാൻ സാധിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കുക, അവർക്ക് അങ്ങനെയുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക. MT വാസുദേവൻ നായരുടെയും കലാമണ്ഡലം സരസ്വതിയുടെയും മകളായ അശ്വതി 6 വയസ്സു മുതൽ നൃത്തവേദികളിൽ സജീവമാണ്. ഭർത്താവും നർത്തകനുമായ ശ്രീകാന്തും മീറ്റ് ദി ആർട്ടിസ്റ്റിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ ഗണപതിക്കാവ് ക്ഷേത്രം റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. ഇതോടെ പ്രദേശത്ത് തെരുവുനായ്ക്കളുടെ ശല്യവും രൂക്ഷമായിട്ടുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ വേലിയില്ലാത്ത തുറന്നു കിടക്കുന്ന പറമ്പിലാണ് മാലിന്യങ്ങൾ വ്യാപകമായി തള്ളുന്നത്. മലിനീകരണം മൂലം യാത്രക്കാർക്ക് ഇതിലെ നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. മാലിന്യം തിന്നാൻ തെരുവുനായ്ക്കൾ എത്തുന്നതും പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. ഇതും ജനങ്ങൾക്ക് ഭീഷണിയായി മാറി. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണിത്. ഇത്രയും വേസ്റ്റ് ഇവിടെ കുറഞ്ഞിട്ട് സാധാരണക്കാരന് നടക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. ലൈറ്റ് ഉണ്ട്, ഈ ലൈറ്റിലാണ് ഇത് കുറഞ്ഞിരുന്നത്. ഒന്നുകിൽ ഇത് വേലി കെട്ടി സംരക്ഷിച്ച് ആരും കടക്കാത്ത രീതിയിലാക്കുക, അല്ലെങ്കിൽ അധികം നടപടിയെടുക്കുക. ചെറുകെട്ടുകളിലായാണ് രാത്രിയുടെ മറവിൽ മാലിന്യം ഇവിടെ തള്ളുന്നത്. ഇപ്പോൾ മാലിന്യ കൂമ്പാരം തന്നെ ഇവിടെ കാണാം. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ അധികൃതർ നടപടിയെടുക്കണമെന്നും ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുമെന്നും പഞ്ചായത്ത് അംഗം SJ നജീബ് പറഞ്ഞു. നമ്മുടെ ഗണപതിക്ഷേത്ര റോഡിലെ ഈ ഒരു പരിസരം മാലിന്യങ്ങൾ ഇതിനു മുന്നും ഇട്ടിരുന്നു. കുറച്ച് അടുത്ത കാലത്ത് നമ്മളുടെ ഒരു ഇടപെടൽ, അതായത് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അത് കൃത്യമായിക്കൊണ്ട് LED ലൈറ്റ് എല്ലാ പോസ്റ്റുകളിലും ഇട്ടിട്ട് നമ്മൾ കൃത്യമായിട്ട് അത് ചെയ്തതിന് ശേഷം ഇടാറില്ല. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ ലൈറ്റുകൾ ഇവിടെ ഓഫാക്കുകയും അങ്ങനെയുള്ളൊരു സമീപനമുണ്ട്. ഇത് ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാരാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം പുറത്തുനിന്ന് വന്നിട്ടുള്ള വേസ്റ്റുകളാണ് ഇത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നടപടി ശക്തമായി സ്വീകരിക്കാം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇതൊരു നിന്നതാണ്, ഇപ്പോൾ വീണ്ടും ഈ അടുത്ത സമയത്ത് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിന് ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പുമായി ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി അതിന് വേണ്ട നടപടികൾ വാർഡ് മെമ്പർ എന്നുള്ളതായിരിക്കും സ്വീകരിക്കുന്നതെന്ന് അറിയിക്കാം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. 100ഓളം ജീവനക്കാരുടെ നേതൃത്വത്തിൽ ആഘോഷ റാലി ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ക്രിസ്മസിനോടനുബന്ധിച്ചാണ് ഷൊർണൂർ റെയിൽവേയിലെ മെക്കാനിക്കൽ വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇത്തവണ ക്രിസ്മസ് ആഘോഷം കെങ്കേമമാക്കിയത്. 100ഓളം വരുന്ന ജീവനക്കാർ തിങ്കളാഴ്ച രാവിലെ സ്റ്റേഷൻ പരിസരത്തു കൂടി ആഘോഷ റാലി സംഘടിപ്പിച്ചു. ദൈവപുത്രൻ പിറക്കുമെന്ന്
ക്രിസ്മസ് പാപ്പയും റാലിക്ക് മാറ്റുകൂട്ടി. തുടർന്ന് കേക്ക് മുറിക്കലും മറ്റു ആഘോഷ പരിപാടികളും ജീവനക്കാർ ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വണ്ടാഴിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വീട് കയറി ആക്രമണം നടത്തിയ CPM പ്രവർത്തകരെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. അക്രമികളെ ഉടൻ അറസ്റ്റ് ചെയ്യണം. വീഴ്ച വരുത്തിയാൽ മംഗലം ഡാം പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുമെന്ന് മുന്നറിയിപ്പ്. പുതുശ്ശേരിയിൽ കുട്ടികളുടെ കരോത്സവത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് DYFI. അക്രമികൾ BJP RSS പ്രവർത്തകരെന്ന് നേതാക്കൾ. അക്രമത്തിനെതിരെ പ്രതിഷേധ കരോൾ. ലക്ഷപ്രഭുവായി സ്വർണം. പവന് വില 1 ലക്ഷം പിന്നിട്ടു. ഗ്രാമിന് ഇന്നത്തെ വില 12,700 രൂപ. സ്വർണ്ണവില പവന് 1 ലക്ഷം പിന്നിടുന്നത് ഇതാദ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.